കാസർഗോഡ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നിത്യാനന്ദ കോട്ടയിൽ സംസ്ഥാനതല പൂക്കള മത്സരം നടക്കുന്നുണ്ട്. അവിടെ ആയിരങ്ങളാണ് ആ മത്സരം കാണാൻ എത്തിയിട്ടുള്ളത്. മനോഹരമായ പൂക്കളങ്ങൾ കാണാനെത്തുന്നവർക്ക് ആവേശം പകർന്ന് നിത്യാനന്ദ കോട്ടയിൽ പുലിക്കളിയും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാഞ്ഞങ്ങാട്ടെ കോട്ടയിൽ നിന്നുള്ള ഓണാഘോഷത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, വലിയ ആഘോഷ പരിപാടികളാണ് വിപുലമായി എല്ലായിടത്തും നടക്കുന്നത്. കാസർഗോഡ് നിന്നുള്ള ഈ ഓണസദ്യയൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഈ പലതരത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള പല ഓണപരിപാടികളും നടക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്താണ് ഈ കാസർഗോഡ് നിന്നുള്ള ഒരു കാഴ്ച? അമ്പിളി, തീർച്ചയായിട്ടും അമ്പിളി സൂചിപ്പിച്ച പോലെ ഓണാഘോഷത്തിന്റെ വലിയ വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ കോട്ടയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഓണസദ്യ ഉണ്ട ശേഷം ഇപ്പോൾ കോട്ടയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ വളരെ മനോഹരമായ പൂക്കള മത്സരം, അതായത് കഴിഞ്ഞ 38 വർഷമായി നടത്തുന്ന സംസ്ഥാനതല പൂക്കള മത്സരം, ഇത്തവണ അത് 38ാമത്തെ തവണ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനം നേടുന്ന ടീമിന് 38,000 രൂപയാണ് സ്വാമി നിത്യാനന്ദ യുവജന സമിതി നൽകുന്നത്. 2ാം സ്ഥാനക്കാർക്ക് 25,000 രൂപയും അതുപോലെ തന്നെ 15,000, 3ാം സ്ഥാനക്കാർക്കും 4ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും അങ്ങനെയാണ് ഇത്തവണത്തെ ക്യാഷ് പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത്. 1ാം സ്ഥാനക്കാർക്ക് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫിയും സമ്മാനമായി നൽകുന്നു. മറ്റ് 2, 3 സ്ഥാനക്കാർക്കും എല്ലാം ട്രോഫികളുണ്ട്. വലിയ ഒരു ആഘോഷം എന്ന് വേണം പറയാൻ. ഇവിടെ സ്വാമി നിത്യാനന്ദ കോട്ടയിൽ ഈ തിരുവോണ ദിവസം ആയിരങ്ങളെ, മലബാറിൽ വെച്ച് തന്നെ നടക്കുന്ന ഏറ്റവും വലിയൊരു പൂക്കള മത്സരം എന്ന് വേണം പറയാൻ. സംസ്ഥാനതല പൂക്കള മത്സരമാണെങ്കിലും കാണുവാൻ ആളുകൾ ധാരാളം. ഇത്തവണ 16 ടീമുകൾ, അതായത് കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നടക്കം ഈ 16 ടീമുകളിൽ ഉൾപ്പെടുന്ന സംഘം എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്ന് അടക്കമുള്ള ടീം എത്തിയിട്ടുണ്ട്. പിന്നെ നിന്നുള്ള ടീമുകൾ. ഇങ്ങനെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് ഇവിടെ എല്ലാ കൊല്ലവും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടക്കാറുള്ളത്. ഓണാഘോഷത്തിന് പകിട്ടേകിക്കൊണ്ട് അതിന്റെ പൂക്കള മത്സരം നടക്കുന്ന സ്ഥലത്ത് തെയ്യത്തിന്റെ ഒരു രൂപം നമുക്കത് ദൃശ്യങ്ങളിൽ വ്യക്തമാകും. തെയ്യത്തിന്റെ രൂപം കളിമണ്ണ് തീർത്ത് അതിന്മേൽ പൂക്കൾ വെച്ച് ആടിവേടൻ തെയ്യത്തിന്റെ രൂപം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു ദൃശ്യമാണത്. തെയ്യത്തിന്റെ മുഖത്തെഴുത്തടക്കം പൂക്കളിലൂടെ അതിന്റെ വർണ്ണഭംഗി, അതിന്റെ ഉടയാടകൾ, പട്ടുടയാളുകളെ അടക്കം ചുവന്ന പൂക്കളും മറ്റുമെല്ലാം വെച്ചുകൊണ്ട് വളരെ മനോഹരമായി തീർത്തിരിക്കുകയാണ് സംഘാടകർ. ഒപ്പം 16 ടീമുകൾ തീർത്ത നയന മനോഹരമായ പൂക്കളങ്ങൾ ഒന്നിന് മെച്ചം എന്ന് പറയും വിധത്തിലാണ് ഇവിടെ നിത്യാനന്ദ കോട്ടയിലെ പൂക്കള മത്സരം കാണുന്നത്. അതിന് ആവേശം പകർന്നുകൊണ്ട് പുലിക്കളി മത്സരവും നേരത്തെ തന്നെ തുടങ്ങി. ഉച്ചയോടുകൂടി തന്നെ പുലികളും തിമിർത്താടുകയാണ്. അങ്ങനെ ഇവിടെ ഈ കോട്ടയിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്ന സ്വാമി നിത്യാനന്ദ എത്തിക്കൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ ഓണാഘോഷത്തിന്റെ ആവേശത്തിലാവുകയാണ്. മലബാറിലെ തന്നെ വലിയൊരു ഓണാഘോഷത്തിന്റെ കാഴ്ചയാണ് ഈ തിരുവോണ ദിവസം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്.